Hello. Welcome to market discussion of the day. Today, 8th of April 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് രണ്ട് ബാച്ചായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ക്ലാസ്സിന് പഠിക്കണം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ, സോ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ള കാര്യം, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക. വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ മെസ്സേജ് അയക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കുക, രാത്രി 7:30ക്കും 10:30ക്കും ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ ഫ്രീ ആണോ എന്നുള്ള കാര്യം. ഫ്രീ ആണെങ്കിൽ മാത്രം നിങ്ങൾ കയറുക. 4 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. ഓക്കെ, എന്താ പറയുക, എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, താരിഫിനെ പ്രമാണിച്ച് ഒരുപാട് മാർക്കറ്റിൽ ശക്തമായ ഓട്ടവും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ മാർക്കറ്റ് എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരുന്നതാണ് അല്ലേ. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ രാവിലെ തന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 3058 പോയി. 2980 നിന്ന് അവിടുന്ന് 3030 താഴെയായിട്ട് പോയി 2060 വരെ മാർക്കറ്റ് വന്നു. പിന്നെ 3012 ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നു. സോ ഭയങ്കരമായ അൺസർട്ടൺ സിറ്റുവേഷനാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ട്രേഡിങ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ എന്താ പറയുക, ഒരു പ്രോപ്പർ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ സെല്ലിങ് ഓപ്പർച്യൂണിറ്റിയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും അല്ലേ. സോ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു റേഞ്ച് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഗോൾഡിൽ ഒരു ബൈയിങ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2980 എന്നുള്ളൊരു ബൈയിങ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2980 ബൈ എടുക്കുകയാണെങ്കിൽ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറഞ്ഞു. 2960 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നല്ല ആ ഒരു ബൈയിങ് പോയിന്റ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 320 പിപ്പോളം പ്രോഫിറ്റിലുമാണെന്നുള്ളൊരു കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, സോ ബേസിക്കലി കമ്മിങ് ടു നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ വരികയാണ്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഏപ്രിൽ 15 വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മാർക്കറ്റ്. ഓക്കെ, ചെറിയൊരു സെറ്റിൽമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു സൂചന ഉണ്ടെങ്കിലും മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ്, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, US പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് നിലപാടുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇസ്രയേലിയൻ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഇന്നലെ ഉണ്ടായിരുന്നു. സോ ഇസ്രയേലും US തമ്മിലുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ചർച്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇസ്രയേലിൽ നിന്ന് US-ലോട്ടോ US-ൽ നിന്ന് ഇസ്രയേലിലോട്ടോ ഒരു താരിഫും ഇല്ല എന്നുള്ളൊരു നിലപാട് വന്നിട്ടുണ്ട്. അത് ബേസിക്കലി ഇസ്രയേൽ തുറന്നു കാണിക്കുകയാണ് ലോകത്തോട്, ഇങ്ങനെയാണ് US-ഉമായിട്ട് ഡീല് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ചിലപ്പോൾ US-ന് വേണ്ടുന്നതും അത് തന്നെ ആയിരിക്കാം. അതേപോലെ തന്നെ ജപ്പാനുമായിട്ട് ഡയറക്റ്റ്ലി മീറ്റിംഗ് ഉണ്ടാവും. അതേപോലെ പല കൺട്രീസുമായിട്ട് ടോപ്പ് ലീഡേഴ്സുമായിട്ടുള്ളൊരു മീറ്റിങ്ങും ഈ ആഴ്ച തന്നെ ഉണ്ടാവും. എപ്പം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, സോ അതേപോലെ എന്താ പറയുക, യൂറോപ്യൻ പ്രസ് കോൺഫറൻസിനെ ഇന്നലെ US പ്രസിഡന്റ് ശക്തമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. US-ൽ നിന്ന് വന്നിട്ടുള്ള താരിഫുകൾ, യൂറോപ്പിലോട്ടുള്ള താരിഫുകൾക്ക് ഒരു അയവും വരുത്തില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇന്നലെ പുള്ളിക്കാരൻ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പം എന്താ പറയുക, എന്താവും യൂറോപ്പിൻ്റെ സ്ഥിതി എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് തൽക്കാലം നമുക്കറിയാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ യൂറോപ്യൻ മാർക്കറ്റ് ഇത്രയും വലിയ മാർക്കറ്റ് ആയിട്ട് പോലും അവിടെ ചിലപ്പോൾ അതൊരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് തന്നെ ആവാം, നമുക്കറിയില്ല. ഓക്കെ, സോ എന്നിരുന്നാലും യൂറോപ്പിന് ഇത് ഒരു അയവും വരുത്തില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ വരെയും ട്രംപ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ളൊരു ചർച്ച
ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും മാർക്കറ്റിനെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അത് മാത്രമല്ല, ഇവിടുന്ന് വരുന്നിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വരുന്നുള്ള ലീഡേഴ്സിൻ്റെ എന്താ പറയുക, പ്രസംഗങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്നലെ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ വൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഘട്ടം ഘട്ടമായിട്ട് താഴോട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മളിപ്പം എന്താ പറയുക, ഞാനൊക്കെ US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് S&P 500 എന്ന് പറഞ്ഞിട്ട് ടോപ്പ് 500 US സ്റ്റോക്കിലാണ്. ഓക്കെ, സോ ആ ഒരു സംഭവമൊക്കെ ഞാൻ ഓൾമോസ്റ്റ് 200 നിന്ന് S&P 500 ഇപ്പോൾ 160 റേഞ്ചിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വലിയൊരു താഴ്ചയാണത്. ഒരു 2 ആഴ്ചയിൽ മാർക്കറ്റ് ക്രാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും ഒരു കാരണവശാലും അതിനകത്തിപ്പം S&P 500 പോലത്തുള്ള ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാസാമാസം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ പോവുക. അതിനകത്ത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് മാർക്കറ്റാണ്. എനിക്ക് ആക്ച്വലി എന്താണ് പറഞ്ഞു തരേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയില്ല. ഓക്കെ, ഇതാണ് സത്യം. ഓക്കെ, കൺഫ്യൂസിങ് ചെയ്തിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി ഇല്ല. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാണുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കാരണം ട്രേഡുകൾ എടുക്കാതിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് JPYയിലോട്ട് വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്യാനില്ല. JPYയിൽ എനിക്കറിയില്ല, ഞാൻ JPY ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, JPY എനിക്കറിയില്ല, ഇങ്ങോട്ടോ അങ്ങോട്ടോ പോകുന്നു. ഓക്കെ, 140 എനിക്കറിയാവുന്നൊരു കാര്യം, ഈ ആഴ്ചത്തെ റേഞ്ച് 142 to 152 എന്ന് പറയുന്നൊരു വൈഡർ ആയിരിക്കാം മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. ഓക്കെ, പക്ഷേ എവിടെ വെച്ചൊരു ബൈ എടുക്കണം, എവിടെ വെച്ചൊരു സെൽ എടുക്കണം എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല എന്നുള്ളതാണ് ആക്ച്വലുള്ള സത്യം. ഓക്കെ, നേരെ യൂറോയിലോട്ട് വരുമ്പം യൂറോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1.09763 ഓക്കെ, യൂറോയിൽ ഉറപ്പായിട്ടും ഞാനൊരു ബൈയിങ് പോയിന്റ് പറയാം. 1.0800 അവിടെ കിട്ടിയാൽ ബൈ ചെയ്യാം. 1.0730 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. കുറച്ച് വൈഡറായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നതായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നല്ലതെന്നുള്ളൊരു കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ള ഒരേ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബൈ പോയിന്റ് തന്നെയാണ്, സെല്ലില്ല യൂറോയിൽ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ GBPയിൽ എന്താ പറയുക, GBP ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.2800 ബൈ എടുക്കണം. അവിടെ സ്റ്റോപ്പ് ലോസ് 1.2750 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാകും. കുഴപ്പമില്ല, ഇത് മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബെറ്റർ സ്റ്റേ അവേ തന്നെയാണ്. പക്ഷേ മാർക്കറ്റിൽ 1.2700 നല്ലൊരു സപ്പോർട്ട് ഉണ്ട് എന്ന് മാർക്കറ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. സോ ഒന്നും കൂടെ നമുക്ക് ഈ റേഞ്ചിൽ കിട്ടുകയാണ്, 1.2700 അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.2800 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്ങിനോ ക്ലോസിങ്ങിനോ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് GBPയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് GBPയെ കുറിച്ച് പറയുമ്പോൾ. ഗോൾഡ് വേറെ കമൻസ് ഒന്നുമില്ല, ഒന്നും ചെയ്യരുത്. എനിക്ക് പറയാനായിട്ടുള്ള ഒറ്റ കാര്യം, 2980 അടുത്ത് കിട്ടിയാൽ ബൈ ചെയ്യാം. 2980 അടുത്ത് കിട്ടിയാൽ ബൈ ചെയ്യാം. ഇന്നലെ പോയ ലോ എവിടെയാണ് ഏറ്റവും ലോ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2957.55. അതിനൊരു $4 താഴെ 53 എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഇട്ടത് കൊണ്ട് 2980 അവിടെ ബൈ ചെയ്താൽ എനിക്കറിയാം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $25 താഴെയാണ്, 250 പിപ്പ് താഴെയാണെന്ന് എനിക്കറിയാം. 0.1 ലോട്ട് എടുക്കുന്ന ഒരാൾക്ക് $250, ഒരു ലോട്ട് എടുക്കുന്ന ഒരാൾക്ക് $2500 ലോസ് സംഭവിക്കാം. ആ ലോസ് സഹിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് കാര്യം. ഓക്കെ, നാളെ വിളിച്ചിട്ട് അയ്യോ ഇത്രയും ലോസായെന്ന് പറയരുത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കരുത്. ഈ ലോസ് കാരണം ഇത് ഞാൻ എടുക്കാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഓക്കെ, കിട്ടുകയാണെങ്കിൽ നമുക്കൊരു $50 to $100 പ്രോഫിറ്റ് കിട്ടാം.
ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഒരു 500 തൊട്ട് 1000 പിപ്പ് വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളൊരു ബൈ പോയിന്റ് ആണിത്. 80 ബൈ കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനത്തുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു റിസ്ക് എടുക്കുന്നത് വെർത്തായിട്ടുള്ള റിസ്ക് ആയതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് എടുക്കാമെന്ന്. ഓക്കെ, അല്ലാതെ വേറെ ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ഉള്ള സമയത്ത് ട്രേഡ് എടുക്കരുത് എന്നുള്ളൊരു കാര്യം എനിക്കും അറിയാം. പക്ഷേ അത് ഞാൻ അത്രയും പ്രോഫിറ്റബിൾ ആവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ള കാര്യങ്ങൾ. GBP കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, GBP UK പ്രൈം മിനിസ്റ്റർ ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും ഈ ആഴ്ച തന്നെ, US-നെതിരെയോ അല്ലെങ്കിൽ US-ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമോ, മിക്കവാറും ഫ്രണ്ട്ലി ആയിട്ട്. കാരണം UK-ക്കും ഓസ്ട്രേലിയക്കും ഒക്കെ വെറും 10% താരിഫ് മാത്രമേ US വെച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ചുമ്മാ UK പോയിട്ട് US-നെ വെറുതെ ചൊറിയാൻ പോകത്തില്ലല്ലോ അല്ലേ. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീക്കിൽ. കൺസിഡർ ചെയ്ത് പോവുക. ഓക്കെ, അത് കൺസിഡർ ചെയ്ത് മാത്രം ഒരു തീരുമാനം എടുക്കണം എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അത് മാത്രമല്ല നമ്മുടെ എന്താ പറയുക മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മുടെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇന്ന് വൈകുന്നേരം 7:30 മണിക്കാണ് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. വീഡിയോസ് പല ആൾക്കാരും കാണുന്നുണ്ട് എന്നെനിക്കറിയാം. ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, കാരണം വേറൊന്നും കൊണ്ടിട്ടില്ല, പല ആൾക്കാരും കമൻസ് നോക്കിയിട്ടൊക്കെ ആയിരിക്കും വീഡിയോസ് കാണുന്നത്. ഓക്കെ, അപ്പം ഞാനിത് പറയാറില്ല, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന് പറയാറില്ല. അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.